നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അങ്ങനെ തിരിച്ച് രുക്മിണി ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. 5-ാമത്തെ ശ്ലോകം. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ. നൃപകുലേ, ഇത് കൊട്ടാരത്തിന് തൊട്ടടുത്താണ് ഈ ഒരു അംബികാ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന ആ വഴിയിൽ ഈ രാജാക്കന്മാരൊക്കെ രുക്മിണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് നൃപകുലേ. ആ രാജാക്കന്മാർ സമവലോകം, രുക്മിണിയെ ശരിക്കൊന്നു കാണുവാനുള്ള കുതൂഹലം, ആ ഒരു കൗതുകത്തോടെ, സങ്കുലെ ഇങ്ങനെ തിക്കിത്തിരക്കി. അവിടെ സ്വയംവരമാണ് നടക്കുന്നത്. ശിശുപാലന് കൊടുക്കാം എന്ന് വെച്ചെങ്കിൽ പോലും ഒരു സ്വയംവരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് രാജാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഒന്ന് രുക്മിണിയെ കണ്ടിട്ടെങ്കിലും ആ ഒരു രസം ആസ്വദിക്കാം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടും അവിടെ ചില രാജാക്കന്മാർ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ രാജാക്കന്മാരും ആ രുക്മിണിയെ ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ ഇങ്ങനെ തിടുക്കം കൂട്ടിക്കൊണ്ട് നിൽക്കവേ, അതേസമയം രുക്മിണിയാകട്ടെ ത്വയി, ഭഗവാനെ അങ്ങയിൽ തന്നെ, നിഭൃതം ച സ്ഥിതേ, ഒറ്റ ഒരു ചിന്ത ഭഗവാൻ മാത്രം, അങ്ങനെ പൂർണമായും ഭഗവാനിൽ മനസ്സുവെച്ച നൃപസുത, ആ രാജകുമാരി, രുചി രഞ്ജിത ദിഗ്മുഖ, ദിഗ്മുഖം ആ ദിക്കുകൾ മുഴുവൻ, രുചി തന്റെ ആ ഒരു ഭംഗിയുടെ രഞ്ജിപ്പിക്കുന്ന ആ ഒരു കാന്തി, അത്രയും ആകർഷണീയമായ കാന്തി കൊണ്ട്, ആ തന്റെ സൗന്ദര്യത്താൽ എല്ലാ ദിക്കുകളെയും ശോഭിപ്പിച്ചുകൊണ്ട്, ഗിരിജാലയാത്ത് ആ ദേവീക്ഷേത്രത്തിൽ നിന്ന്, സുരുചിരം അഴകോടുകൂടി, നിരകാത്ത് തിരിച്ച് ആ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇപ്പോ രാജാക്കന്മാർ രുക്മിണിയെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ആ രാജാക്കന്മാരെ ഒക്കെ ഒന്ന് ആഗ്രഹിപ്പിച്ചുകൊണ്ട്, അവരുടെയൊക്കെ മനസ്സിൽ ഒരു നിമിഷത്തേക്കെങ്കിലും രുക്മിണി തങ്ങൾക്ക് സ്വന്തമായിരുന്നെങ്കിൽ എന്ന ഒരു ആഗ്രഹം, ആ ഒരു കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്ന ആ രാജാക്കന്മാരുടെ ഇടയിലേക്ക്, എന്നാൽ ഭഗവാനിൽ മാത്രം മനസ്സുവെച്ച ആ രുക്മിണി ആ ദിക്കുകളെ മുഴുവൻ തന്റെ സൗന്ദര്യത്താൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ദേവീക്ഷേത്രത്തിൽ നിന്നും മെല്ലെ കൊട്ടാരത്തിലേക്ക് നടന്നു വന്നു. ശ്ലോകം 5. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിക്മുഖ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. മഹാത്മാക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയും സ്മരിക്കണം. വ്യാസഭഗവാനെയും മേൽപ്പത്തൂർപ്പെട്ട തിരുപ്പാടിനെയും ഓർക്കണം. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കണം. നമ്മളിവിടെ 79-ാം ദശകമാണ് നോക്കുന്നത്. കൃഷ്ണാവതാരത്തിലെ സുപ്രധാനമായിരിക്കുന്ന ഒരു ലീലയാണ് രുക്മിണീഹരണവും രുക്മിണി സ്വയംവരവും. ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഗ്രഹ ദശകമാണ് 79.
അതിലെ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ അംബാർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രുക്മിണിയെ കണ്ടു. നമ്മൾ അവിടെ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ പതിയായിട്ട് വരണം എന്നുള്ളതായ പ്രാർത്ഥന ചെയ്യുന്നതും ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ച് പുറത്തു വരുന്ന സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ആ ദേവി അതിസുന്ദരിയാണ് സ്വതവേ തന്നെ. വേഷഭൂഷാദികളെ കൊണ്ട് അതീവ സുന്ദരിയായി. ലക്ഷ്മിയുടെ അവതാരവുമാണ്. അധികം ആൾക്കാരൊന്നും രുക്മിണി ദേവിയെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നതായ രാജാക്കന്മാരും രാജകുമാരന്മാരും മറ്റു പലരും ദേവിയെ കാണാനുള്ളതായ കൗതുകത്തോട് കൂടിയിട്ട് ആവേശത്തോട് കൂടിയിട്ട് അവിടെ സംഗമിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും കാത്തു നിൽക്കുകയാണ് ദേവിയെ കാണാനായിട്ട്. ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അദ്ദേഹം തേര് കൊണ്ട് നിർത്തി സ്വസ്ഥനായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. യാതൊരു പരിഭ്രമവുമില്ല, യാതൊരു ആവേശവുമില്ല. സാക്ഷാത് പരബ്രഹ്മമാണ് അദ്ദേഹം. ഭക്തരുടെ വാഞ്ചിതങ്ങളെ അനുഗ്രഹിച്ചു കൊടുക്കുന്ന ആളാണ്. തനിക്ക് ഒരാഗ്രഹവുമില്ല. രുക്മിണിക്കാണ് ശ്രീകൃഷ്ണനെ വേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാനായതുകൊണ്ട് അതേ ഭാവത്തോടു കൂടി രുക്മിണി സ്വീകരിക്കാൻ തയ്യാറുമാണ്. അതേസമയം ഒരു പരിഭ്രമവുമില്ല, അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും പല ആൾക്കാരും പലരെയും കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ദിക്കിലും സ്ഥിരമായിട്ട് നിൽക്കാണ്ടിരിക്കും. അന്വേഷിച്ച് വരുന്ന ആൾക്ക് അവരെ കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളും പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുക. അപ്പോൾ വരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ചില അടയാളങ്ങളും പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അയാളെ തിരഞ്ഞുകൊണ്ട് നമ്മളും പോവുക, നമ്മളെ തിരഞ്ഞുകൊണ്ട് അയാളും വരിക, രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാതിരിക്കുക പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് പരിഭവം കൊണ്ടും ആവേശം കൊണ്ടുമാണ്. അത് ഭഗവാൻ സ്വസ്ഥനായി നിൽക്കുകയാണ്. തൻ്റെ അടുത്തേക്ക് വരും രുക്മിണി. താൻ വന്നിരിക്കുന്ന രുക്മിണിക്ക് അറിയുകയും ചെയ്യാം കുറച്ചൊക്കെ എന്ന തരത്തിൽ സ്വസ്ഥനായിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരൊക്കെ തടിച്ചുകൂടി പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ദേവിയെ കാണാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവി പുറത്തേക്ക് വരുന്നത്. നൃപസുതാ നിരകൾ ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ. അവിടെയുള്ളതായ അതാ ലക്ഷ്മി ദേവിയുടെ എല്ലാ തരത്തിലുള്ളതായ പ്രകാശധാരയും ആകർഷണീയതയും എല്ലാം ഉണ്ട് അവിടെ. അതിനെല്ലാം ചേർന്നുകൊണ്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി വരുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതായ ദേവിയെ കാണുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ആ രാജകുമാരന്മാരും മറ്റവരൊക്കെ എന്തൊരവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കാൻ പോകുന്നത്. ഭഗവാന്റെ ആ സ്ഥിരത ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എന്തിനും ഒരു സ്ഥിരത ഉണ്ടാവണം. വാക്കിലായാലും പ്രവൃത്തിയിലായാലും എല്ലാത്തിലും വേണം സ്ഥിരത. അതില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് ഏവർക്കും നല്ല നല്ല ചില ഗുണങ്ങൾ ഇത്തരം ശ്ലോകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ദേവിയെ കാണാൻ ഉത്കണ്ഠയോടെ നിൽക്കുന്ന രാജകുമാരന്മാർ എന്തു ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ പോകുന്നത്. ആ സമയത്ത് ഭഗവാൻ ഉണ്ടാകുന്നതും എന്തൊരു ഭാവമാണ് എന്നുള്ളതും 6-ാം ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട്. ശ്രദ്ധിക്കാം. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരിശരണം.